കുടിവെള്ളമില്ലാത്ത ധാരാളം സ്ഥലങ്ങൾ, ജീവിതയോഗ്യമല്ലാത്ത സ്ഥലത്ത് ജീവിക്കുന്ന ധാരാളം പേരെ ഞങ്ങൾ കാണുന്നു. കുറങ്ങോട്ടുകര ദ്വീപ് BJPയുടെ MLA ഈ മണ്ഡലത്തിൽ അധികാരത്തിൽ വന്നാൽ അടുത്ത 30 ദിവസത്തിനകം ആ കുറങ്ങോട്ടുകര ദ്വീപിലേക്കുള്ള പാലത്തിൻ്റെ DPR ഫൈനലൈസ് ചെയ്യും. കേന്ദ്ര സർക്കാരിൽ നിന്ന് അതിൻ്റെ പണം ഞങ്ങൾ നേടിയെടുക്കുകയും ചെയ്യും. ഏറ്റവും അത്യാവശ്യമായിട്ട് എറണാകുളം മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടതെന്ന് ചേരി നിർമ്മാർജ്ജനം ഞങ്ങൾ അതിശക്തമായ രീതിയിൽ പൂർത്തിയാക്കും. കാരണം അവിടെ കുടിവെള്ളമില്ല, വൈദ്യുതി ഒഴിച്ച് ബാക്കി ഒന്നും ലഭിച്ചിട്ടില്ല. അവിടെ ശോചനീയമാണ്. ESIയുടെ ഓഫീസുകൾ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ, സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ സംസ്ഥാന ഭരണകൂടം എന്താണ് കഴിഞ്ഞ 70 വർഷമായിട്ട് ഈ നഗരത്തിലും അതുപോലെ തന്നെ ഈ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ കൊടുത്തിട്ടുള്ളത്? എറണാകുളം നിയോജക മണ്ഡലത്തിലും അത്ഭുതങ്ങൾ സംഭവിക്കും. ഇത് LDF UDF മത്സരമല്ല, ഇവിടെ NDA വേഴ്സസ് UDF ആണ്. അതിൽ BJP വിജയിക്കുന്ന കാര്യത്തിൽ എനിക്കൊരു യാതൊരു തർക്കവുമില്ല. എറണാകുളം മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി PR ശിവശങ്കറാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. എങ്ങനെ പോകുന്നു പ്രവർത്തനങ്ങളൊക്കെ? നല്ല ചൂട് അന്തരീക്ഷത്തിൽ, തിരഞ്ഞെടുപ്പിൽ അതിനേക്കാൾ ചൂട്. പക്ഷേ പ്രവർത്തകർ ഒട്ടും വിഷമിക്കുന്നില്ല. അവർ വളരെ ആവേശപൂർവ്വം, സംഘപരിവാർ സംഘടനകളുടെ എല്ലാവരും ആവേശപൂർവ്വം തന്നെയാണ് പ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചോളം ഇത്തരം അന്തരീക്ഷത്തിലെ വെയിലിനേക്കാൾ വളരെ ശക്തിയേറിയ തിരഞ്ഞെടുപ്പ് ചൂടിനെ നേരിടുന്ന ആ പ്രവർത്തനത്തിലാണ് അവരെല്ലാം. അക്ഷീണം പ്രവർത്തിക്കുന്നു. 9-ാം തീയതി വരെ അവർ കൂടെ ഉണ്ടാകുന്ന എനിക്ക് വിശ്വാസമുണ്ട്. ശക്തമായൊരു ത്രികോണ മത്സരം നടക്കുന്നൊരു മണ്ഡലമാണോ? തീർച്ചയായും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളം നിയോജക മണ്ഡലത്തിൽ ശക്തമായ ത്രികോണ മത്സരത്തിൽ എന്നതിലുപരി ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ UDFും NDAയും തമ്മിലാണ് മത്സരം. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 2024 18% വോട്ട് NDAക്ക് കിട്ടിയിട്ടുണ്ട്. ഏതാണ്ട് 18,000 ചില്ലാൻ വോട്ട്. LDFന് ഏതാണ്ട് 20,000 വോട്ടായിരുന്നു. 2020 കൊണ്ട് 11,000 വോട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നേരിടുന്നത് ഏതാണ്ട് 30,000 വോട്ട് ഞങ്ങളുടെ റിസർവിൽ NDAയുടെ കയ്യിലുണ്ട്. 20,000 വോട്ട് മാത്രമേ LDFനുള്ളൂ. അപ്പോൾ there's a real battle between the UDF and NDA. അതിലാണ് ഞങ്ങൾ ആ മത്സരം കാണുന്നത്. LDF ഏതാണ്ട് കളം വിട്ട് കഴിഞ്ഞാൽ അവർക്ക് പ്രവർത്തനമൊന്നും കാര്യമായിട്ടില്ല. അത് വോട്ട് മറിക്കുവാൻ സാധ്യതയുണ്ട് എന്ന ഭയം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അതല്ലെങ്കിൽ ഞങ്ങൾ തീർച്ചയായും വിജയിക്കും. കാരണം കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ശ്രീ നരേന്ദ്രമോദി വന്നതിന് ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പിലെ ഒരു എഫക്റ്റ്, അത് പ്രത്യേകിച്ച് പല സമുദായങ്ങളും BJPയുമായി വളരെ ശക്തമായി അടുക്കുന്നു. അതുപോലെ തന്നെ 2020യുടെ വരവോട് കൂടിയിട്ട് എൻ്റർപ്രണേഴ്സും ഇൻഡസ്ട്രിയലിസ്റ്റും ഒരു പരിധിവരെ BJPയെ ഒരല്പം സംശയത്തോടെയൊക്കെ നോക്കിയിരുന്ന ചില മത ന്യൂനപക്ഷങ്ങളും വളരെ നന്നായിട്ട് BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അവരടുക്കുന്നു. മത മേലധ്യക്ഷന്മാർ BJPക്ക് അനുകൂലമായി സംസാരിക്കുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എറണാകുളം നിയോജക മണ്ഡലത്തിലും അത്ഭുതങ്ങൾ സംഭവിക്കും. മറ്റ് മാധ്യമങ്ങൾ കരുതുന്നത് പോലെ ഇത് LDF UDF മത്സരമല്ല, ഇവിടെ NDA വേഴ്സസ് UDF ആണ്. അതിൽ BJP വിജയിക്കുന്ന കാര്യത്തിൽ എനിക്കൊരു യാതൊരു തർക്കവുമില്ല. എറണാകുളം മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് വികസനമാണ്. എല്ലാവരുടെയും മെയിനായിട്ടുള്ള ഒരു കാര്യം. ഏറ്റവും അത്യാവശ്യമായിട്ട് എറണാകുളം മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടതെന്താണ്? അവിടെ മറ്റ് നിയോജക മണ്ഡലത്തിൽ എന്ന പോലെ തന്നെ എല്ലാ പ്രശ്നങ്ങളുമുണ്ട്. സത്യത്തിൽ ഞാനിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പറയുന്നത്, ഈ പറയുന്ന എറണാകുളം ജില്ലയാണ് 45% നികുതി കേന്ദ്രത്തിൽ ഈ സംസ്ഥാന ബജറ്റിലേക്ക് നൽകുന്നത്. പക്ഷേ ഒരു അവികസിത മണ്ഡലത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അവിടെ അനുഭവിക്കുന്നുണ്ട് ജനങ്ങൾ. കുടിവെള്ളമില്ലാത്ത ധാരാളം സ്ഥലങ്ങൾ, അതുപോലെ തന്നെ വലിയ ഒരു ചേരി പ്രദേശങ്ങൾ, ജീവിതയോഗ്യമല്ലാത്ത സ്ഥലത്ത് ജീവിക്കുന്ന ധാരാളം പേരെ ഞങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ KSRTCയുടെ അത് വിചിത്രമാണ്. 12 കോടി കേന്ദ്ര സർക്കാർ നൽകിയിട്ട് പോലും KSRTCയുടെ ശോചനീയാവസ്ഥ. ഒരു ദിവസം ഏതാണ്ട് 30,000-ഓളം പേര് വന്നു പോകുന്ന ആ സ്ഥലം. എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ 12 കോടി രൂപ കിട്ടിയിട്ടും അത് ഉപയോഗശൂന്യമായി അല്ലെങ്കിൽ ലാപ്സായി പോയത് എന്ന് സംസ്ഥാനത്തെ ഇവിടുത്തെ ഭരണാധികാരികളും സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ 7 വർഷം നമ്മളെ ഭരിച്ച, അതിനു മുമ്പ് ഒരുപക്ഷെ കൗൺസിലറായും അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയറായും ഒക്കെ എറണാകുളത്തുണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ MLAയും ഉത്തരം പറഞ്ഞേ പറ്റൂ. ജനങ്ങൾ വളരെയേറെ നിരാശരാണ് അക്കാര്യത്തിൽ. എറണാകുളം മണ്ഡലത്തിൽ നോക്കുകയാണെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ഒരുപാട് ജനങ്ങളുണ്ട്. അവർക്ക് വേണ്ടി ആദ്യമായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്, ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ട്രീറ്റ് അവർക്ക് എന്തായിരിക്കും? നോക്കൂ, ധാരാളം കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് കുറങ്ങോട്ടുകര ദ്വീപ്, ആ ദ്വീപിലേക്കും ഇതുപോലെ 8 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചിരുന്നു. നിർഭാഗ്യവശാൽ അതും ലാപ്സായിപ്പോയി. ഞാൻ ഉറപ്പു നൽകുന്നു, BJPയുടെ MLA ഈ മണ്ഡലത്തിൽ അധികാരത്തിൽ വന്നാൽ
അടുത്ത 30 ദിവസത്തിനകം ആ മണ്ഡലത്തിൽ, ആ കുറങ്ങോട്ടുകര ദ്വീപിലേക്കുള്ള പാലത്തിൻ്റെ DPR ഫൈനലൈസ് ചെയ്യും. കേന്ദ്ര സർക്കാരിൽ നിന്ന് അതിൻ്റെ പണം ഞങ്ങൾ നേടിയെടുക്കുകയും ചെയ്യും. വളരെ ചെറിയ ദ്വീപാണ്, പക്ഷേ ലാപ്സാക്കി കളയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 2, എറണാകുളത്തെ ചേരി നിർമ്മാർജ്ജനം ഞങ്ങൾ അതിശക്തമായ രീതിയിൽ പൂർത്തിയാക്കും. കാരണം അവിടെ കുടിവെള്ളമില്ല, അങ്ങോട്ട് ഒരു വൈദ്യുതി കിട്ടിയിട്ടുണ്ട്, വൈദ്യുതി ഒഴിച്ച് ബാക്കി ഒന്നും ലഭിച്ചിട്ടില്ല. അവിടെ ശോചനീയമാണ്, അവിടുത്തെ ശൗചാലയങ്ങളടക്കം വളരെ ശോചനീയമാണ്. അത്തരം ചേരികൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിൽ അവർക്ക് വലിയ ചേരി നിർമ്മാർജ്ജനത്തിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ ഭാഗമായി ചേരി നിർമ്മാർജ്ജനം ചെയ്യുവാൻ BJP ശക്തമായി ഇടപെടും. ഒരൊറ്റ MLA ആണെങ്കിൽ പോലും ഞങ്ങൾ ശക്തമായി അതിനു വേണ്ടിയിട്ട് ഇടപെടും. അത് നിർമ്മാർജ്ജനം ചെയ്യുമെന്ന കാര്യത്തിൽ ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. മൂന്നാമത്തെ കാര്യം, കുടിവെള്ളം. ഇപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട നഗര കേന്ദ്രങ്ങളിൽ പോലും കുടിവെള്ളം, അത് ഫ്ലാറ്റുകളിലുമെല്ലാം കുടിവെള്ളം വലിയ പ്രശ്നമായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേക പദ്ധതി രൂപീകരിക്കും. ചെറിയ ടാപ്പുകൾ, അത്തരം കാര്യങ്ങൾ ഒരുപാട് ഡീറ്റെയിൽഡ് ഉണ്ട്. അത് തീർച്ചയായും നടപ്പിലാക്കും. 3, ഗ്യാസ്. ആ ഗ്യാസ് പദ്ധതി നടപ്പിലാക്കിയാൽ ഒരു പരിധിവരെ പല പ്രശ്നങ്ങൾക്കും ഗ്യാസിൻ്റെ പദ്ധതി. അപ്പോൾ LNG ടെർമിനലിൽ നിന്നുള്ള ഗ്യാസ് പദ്ധതി സംസ്ഥാനത്തെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ കൊച്ചിൻ കോർപ്പറേഷനും ഇവിടുത്തെ MLAയുടെയും ഒരു വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കാത്തത് കൊണ്ടാണ് അതിൽ പദ്ധതി മുടങ്ങിക്കിടക്കുന്നത്. ആ പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കും. അടുത്ത പ്രധാനപ്പെട്ടത് വെള്ളക്കെട്ട്. എറണാകുളത്തെ നിവാസികൾ, സത്യം പറഞ്ഞാൽ ഹൈക്കോടതി ജഡ്ജി പോലും ഇടപെട്ടിട്ടാണ് എറണാകുളത്തെ വെള്ളക്കെട്ടിന് വേണ്ടി ഏതാണ്ട് 20 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചത്. പക്ഷേ ഇപ്പോഴും അത് പൂർണ്ണമല്ല. വെള്ളക്കെട്ടിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടിയിട്ട് അതിന് റൂം ഫോർ റിവർ പദ്ധതി നെതർലാൻഡിൽ നിന്നും പോകേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഇവിടുത്തെ ഒരു തദ്ദേശീയരായ ഒരു ടെക്നോക്രാറ്റ്സിനെ കൊണ്ട്, അതേപോലെ തന്നെ എക്സ്പേർട്സിനെ കൊണ്ട് ഞങ്ങൾ അതിനൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിച്ചിട്ടുണ്ട്. ആ മാസ്റ്റർ പ്ലാൻ പ്രകാരം ഞങ്ങൾ പൂർണ്ണമായി ക്ലീനായ കാനകളടക്കമുള്ള ജലം പെട്ടെന്ന് ഒലിച്ചു പോകാനുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത് അടുത്തത് കൊതുക് നിവാരണം. കൊതുക് കേരളത്തിലെ ജനങ്ങൾ ഭയത്തോടെയാണ് കൊച്ചിയിലേക്ക് വരുന്നത്. അതിൻ്റെ നിവാരണത്തിന് വേണ്ടിയിട്ട് ഒരു മാസ്റ്റർ പ്ലാൻ എഗെയിൻ, അത് വൃത്തിയായ കാനകളും അതുപോലെ തന്നെ നിരന്തരമായ ഒരു ക്ലീനിങ്സ് ഫെസിലിറ്റിയൊക്കെ വെച്ചുകൊണ്ട് അതിനുള്ള ഒരു തീവ്ര പരിശ്രമവും ഞങ്ങൾ നടത്തുമെന്ന് ഉറപ്പു തരുന്നു. അപ്പം നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവരുന്ന ഒരുപാട് പദ്ധതികളുണ്ട്, ഒരുപാട് വികസന പ്രവർത്തനങ്ങളുണ്ട്. അതൊക്കെ കേരളം ഒഴികെയുള്ള ബാക്കി എല്ലായിടത്തും തന്നെ എത്തിയിട്ടുണ്ട്. കേരളത്തിലേക്ക് എത്തുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? സത്യത്തിൽ 2 പഠനങ്ങളാണ് എനിക്ക് ജനങ്ങളുടെ മുൻപിൽ വെക്കാൻ ആഗ്രഹം. ആദ്യത്തേത് RBI മുന്നോട്ട് വയ്ക്കുന്ന ഒരു പഠനമുണ്ട്. ആ പഠനത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ചെലവാക്കുന്ന ഏതാണ്ട് 85% തുകയും കേന്ദ്ര സർക്കാരിൽ നിന്നാണ് എന്ന് ആ പഠനങ്ങൾ കൃത്യമായി പറയുന്നു. സത്യത്തിൽ എറണാകുളം ജില്ലയിലേക്കും അതുപോലെ തന്നെ എറണാകുളം അസംബ്ലിയിലേക്കും കൊച്ചിൻ കോർപ്പറേഷനിലേക്ക് കടന്ന വരുമാനത്തിൻ്റെ 85% കൂടുതൽ കേന്ദ്ര സർക്കാരിൻ്റെയാണ്. ഇപ്പോൾ പല ചാനലുകളും അതുപോലെ തന്നെ LDFൻ്റെ മാനിഫെസ്റ്റോയും കൊച്ചിൻ കോർപ്പറേഷൻ്റെ കീഴിലായിരുന്നു ഈ പറയുന്ന മാർക്കറ്റിൻ്റെ വികസനം എന്ന് പറഞ്ഞിരുന്നു. സത്യത്തിൽ 85% ഓഫ് ദ എമൗണ്ട് ഹാസ് ബീൻ കെയിം ഫ്രം ദ സെൻട്രൽ ഗവൺമെൻറ്. അതുപോലെ തന്നെ ആശുപത്രി വികസനത്തെക്കുറിച്ച് പറയുന്നു. ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ കഴിയും, അങ്ങോട്ടുള്ള ധാരാളം ഫണ്ടുകൾ അഗെയിൻ ഒരു 30-35,000 lakh% സെൻട്രൽ ഗവൺമെൻറ് ഫണ്ടാണ്. അതുപോലെ തന്നെ അവിടുത്തെ ഡോക്ടർമാരും ഫിസിയോതെറാപ്പിസ്റ്റ് അടക്കം ഏതാണ്ട് 30% ജോലിക്കാർക്ക് നിത്യേന ശമ്പളം കൊടുക്കുന്നത് കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സത്യത്തിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളില്ലെങ്കിൽ, ഉദാഹരണത്തിന് വില്ലിംഗ്ടൺ ഐലൻഡ്, അവിടെ നോക്കിക്കഴിഞ്ഞാൽ നേവൽ ബേസും പോർട്ടും, അതിനുശേഷം കൊച്ചിൻ ഷിപ്പ്യാർഡ്, അതിനുശേഷം കോയർ ബോർഡും കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡും, സിഫ്നെറ്റും CMFRയും, GSTയുടെയും IT-ൻ്റെയും 2 ഓഫീസുകൾ, ESIയുടെ ഓഫീസുകൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷൻ, സൗത്ത് റെയിൽവേ സ്റ്റേഷൻ. ഇതൊഴിവാക്കി കഴിഞ്ഞാൽ ഈ സംസ്ഥാന ഭരണകൂടം എന്താണ് കഴിഞ്ഞ 70 വർഷമായിട്ട് ഈ നഗരത്തിലും അതുപോലെ തന്നെ ഈ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ കൊടുത്തിട്ടുള്ളത്? സമ്പൂർണ്ണ ദാരിദ്ര്യ മേഖല പോലെ ആയിപ്പോയനെ ഈ കോർപ്പറേഷൻ്റെ അതുപോലെ തന്നെ LDFൻ്റെയും അതുപോലെ 7 വർഷം ഭരിച്ച ഈ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ MLAയും അസംബ്ലിയെ പ്രതിനിധാനം ചെയ്തിട്ട് അതിനു മുമ്പും പ്രതിനിധാനം ചെയ്തിട്ടും ഈ അസംബ്ലിയിലേക്ക് യാതൊരുവിധ ഇൻവെസ്റ്റ്മെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പൊതുമേഖലാ സ്ഥാപനമോ ഒരു 100 പേർക്ക് തൊഴിൽ നൽകുന്നൊരു സ്ഥാപനമോ ഇല്ല. എല്ലാ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ കെട്ടിടങ്ങളുമെല്ലാം പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റാണ് കാണുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ അടുത്ത പ്രശ്നം, ടൗണിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, അതായത് ബ്രോഡ്വേയും അതുപോലെ തന്നെ ഷൺമുഖൻ റോഡും MG റോഡും അടക്കം പരമ്പരാഗത വ്യവസായികൾക്കും അതുപോലെ തന്നെ സ്ഥാപനങ്ങൾക്കും അവിടുത്തെ കച്ചവട സ്ഥാപനങ്ങൾക്കും പൂർണ്ണമായും നഷ്ടപ്പെടുന്നു. പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ലൈക്ക് ജയലക്ഷ്മിയോ അല്ലെങ്കിൽ ഭീമയോ പോലുള്ള ആളുകളെല്ലാം അവിടെ നിന്ന് മാറിപ്പോകുന്നു.
അപ്പോൾ ഒരു ഭരണസ്ഥിരാ കേന്ദ്രം അല്ലെങ്കിൽ സാമ്പത്തിക തലസ്ഥാനം എന്നൊക്കെ നമ്മൾ വിശ്വസിച്ചിരുന്ന പറഞ്ഞിരുന്ന കൊച്ചി അല്ലെങ്കിൽ എറണാകുളം അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി പൂർണ്ണമായും ഒരു ഡ്രൈ ലാൻഡ് പോലെയോ അല്ലെങ്കിൽ പൂർണ്ണമായും ഒരു അവികസിത കേന്ദ്രമായി മാറുന്നു. സംസ്ഥാന ഭരണകൂടം പൂർണ്ണമായും കഴിഞ്ഞ 70 വർഷമായി ഈ പറയുന്ന അസംബ്ലി നിയോജക മണ്ഡലത്തെ ഒഴിവാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ പ്രതിപക്ഷ MLA ആയിരുന്ന കോൺഗ്രസിൻ്റെ MLAയും ഒരു കാര്യങ്ങളും വ്യക്തമായി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പഠനം മനസ്സിലാക്കുന്നത്. ഇപ്പം ഇനി ഇലക്ഷൻ വരാൻ പോവുകയാണ്, ഏതാനും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഇലക്ഷനായിട്ട്. എന്തൊക്കെയാണ്, എങ്ങനെ പോകുന്നു പ്രവർത്തനങ്ങളൊക്കെ? അല്ല, പ്രവർത്തനങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞല്ലോ. അത് ഞങ്ങൾക്ക് പണി കുറഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ സ്ഥാനാർത്ഥിനെ സൂചിപ്പിച്ചു, ഇടതുപക്ഷം എവിടെ പോയി എന്നറിയില്ല, ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു പ്രതിനിധി എവിടെ പോയി എന്നുള്ളത് ജനങ്ങൾക്കൊന്നും അറിയില്ല എന്നുള്ളതാണ്. അമ്മാതിരി മാച്ച് ഫിക്സിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞങ്ങളതല്ല വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ജനങ്ങളുടെ ആഗ്രഹം നരേന്ദ്രമോദിയുടെ പ്രതിനിധി എറണാകുളം മണ്ഡലത്തിലുണ്ടാവണം ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. കാരണം കേന്ദ്രത്തിൽ കൊണ്ടുവരുന്ന പദ്ധതികൾ, കേന്ദ്രം നടപ്പാക്കുന്ന പദ്ധതികൾ ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. അപ്പോൾ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു. കേന്ദ്രം നടപ്പാക്കുന്ന പദ്ധതികൾ അതിൻ്റെ അർത്ഥതലത്തിൽ പൂർണ്ണമായിട്ടും ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി അത് കൊണ്ടുവരണം. അതിന് ഏറ്റവും യോഗ്യനായിട്ടുള്ള ആൾ PR ശിവശങ്കരനാണ് എന്ന് ജനങ്ങൾ പറയുകയാണ്. അതിൻ്റെ ഒരു ആഹ്ലാദം ഞങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് കാണാൻ സാധിക്കുന്നു. ആത്മവിശ്വാസം ഞങ്ങളുടെ എല്ലാം മുഖത്തുണ്ട്. ഉറപ്പായിട്ടും വൻ ഭൂരിഷ്ടത്തോട് ശിവശങ്കരൻ ജയിച്ചിരിക്കും, ഒരു സംശയം വേണ്ട. അതായത് ഞങ്ങളുടെ ഒരു മുദ്രാകഥ, വിളിച്ചാൽ വിളിപ്പുറത്ത് ശിവനാണ്. അതുകൊണ്ട് ഞങ്ങൾ ജയിക്കും, ഉറപ്പാണ്. എങ്ങനെയാ നമ്മൾ ഈ സീറ്റ് തൂക്കല്ലേ? ഉറപ്പായിട്ടും. എങ്ങനെ പോകുന്നു പ്രവർത്തനങ്ങളൊക്കെ? പ്രവർത്തനം വളരെ ശക്തമായിട്ട് പോകുന്നു. എല്ലാ മുക്കിലും മൂലയിലും നമ്മുടെ പ്രവർത്തനം എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ആത്മവിശ്വാസം പ്രവർത്തകരിലും ജനങ്ങളിലും ഉണ്ട്.